അങ്ങനെ അവസാന ഘട്ടത്തിൽ 68% റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബീഹാർ. സംസ്ഥാനത്ത് NDA തരംഗമെന്നാണ് വോട്ടെടുപ്പ് അവസാനിച്ചതിനു പിറകെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ സഖ്യം 100-ൽ ഒതുങ്ങുമെന്നാണ് പ്രവചനം. പ്രമുഖ ഏജൻസികളുടെ എക്സിറ്റ് പോളുകൾ NDA 130 മുതൽ 160 വരെ സീറ്റുകൾ നേടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ബീഹാറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണന്റെ റിപ്പോർട്ട് കാണാം. റെക്കോർഡ് പോളിംഗോടുകൂടിയാണ് ബീഹാർ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 70%-നടുത്ത പോളിംഗ് രേഖപ്പെടുത്തി. ഗ്രാമീണ മേഖലകൾ, പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് അധികവും ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു. കിഷൻഗഞ്ചും ചമ്പാരൻ മേഖലയും, ഗയ, മധുബനി, സീതാമഢി തുടങ്ങിയിട്ടുള്ള മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ പ്രകടമായിരുന്നു. അത്തരത്തിൽ റെക്കോർഡ് പോളിംഗോടുകൂടി സമാധാനപരമായി ബീഹാർ പോളിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. വോട്ടെടുപ്പ് പൂർത്തിയായ ഉടൻ തന്നെ വിവിധ സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രമുഖ ഏജൻസികളെല്ലാം തന്നെ ബീഹാറിൽ NDAയുടെ ഭരണ തുടർച്ചയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടൈംസ് നൗ ആണെങ്കിലും ദൈനിക് ഭാസ്കറും പീപ്പിൾ പൾസും ഉൾപ്പെടെ ഏത് പ്രമുഖ ഏജൻസികളുടെയും എക്സിറ്റ് പോളും പ്രവചനങ്ങൾ പരിശോധിക്കുമ്പോൾ 130-ന് മുകളിലേക്ക് സീറ്റുകൾ, അതായത് ബീഹാർ നിയമസഭയിൽ 243 അംഗ നിയമസഭയിൽ 122 അംഗങ്ങളുടെ പിന്തുണയാണ് ഭരണത്തിന് വേണ്ടത്. അതും കടന്നുകൊണ്ട് 130 മുതൽ 160 വരെ സീറ്റുകൾ BJPയും JDUവും LJPയും HIM ഉൾപ്പെടുന്ന NDA നേടിക്കൊണ്ട് സംസ്ഥാനത്ത് NDA ഭരണ തുടർച്ച നേടുമെന്ന പ്രവചനമാണ് എക്സിറ്റ് പോളുകൾ നൽകിയിട്ടുള്ളത്. മറുവശത്ത് ഇന്ത്യ മുന്നണി പരമാവധി 100 സീറ്റുകളിൽ വരെ ഒതുങ്ങും എന്നുകൂടി വ്യക്തമാക്കുന്നു. അതിൽ ഓരോ ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും സീറ്റുകൾ എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ RJD അതിശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നേരത്തെ അഭിപ്രായ സർവേകളും ഇപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ബീഹാറിലുടനീളം നടത്തിയിട്ടുള്ള യാത്രകളിൽ ജനൻ TVയുടെ റിപ്പോർട്ടുകളിലും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. NDA ശക്തി തെളിയിക്കുമ്പോൾ RJD അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, പരമ്പരാഗത യാദവ വോട്ടുള്ള മണ്ഡലങ്ങളിൽ, ഗോപാൽഗഞ്ച് മേഖലയിലെല്ലാം തന്നെ RJD ശക്തമായി മുൻപോട്ട് വരും എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനനുസൃതമായി 65 മുതൽ 75 വരെ സീറ്റുകൾ പരമാവധി RJD നേടും. പക്ഷേ ഈ മുന്നണിയുടെ പ്രതീക്ഷയ്ക്ക് ഉയരാനോ RJDക്കൊപ്പം മുൻപോട്ട് വരാനോ കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും സാധിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. 2020-ൽ 67 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റുകളിൽ ജയിച്ചിരുന്നെങ്കിൽ 2025-ലേക്ക് എത്തുമ്പോൾ അതിലും ദയനീയമാകാനാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്നുള്ളതാണ് കാണേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ബീഹാറിലെ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രചാരണം നയിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. രാജ്യത്തെ, ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായി ജനാധിപത്യത്തിൻ്റെ ഉത്സവം കൊണ്ടാടുന്ന ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കുറ്റം പറഞ്ഞുകൊണ്ട്, വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബീഹാറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും തൊടാതെയായിരുന്നു രാഹുൽ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയത്. പിന്നീട് പ്രചാരണ രംഗത്ത് രാഹുലിനെ കണ്ടിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വരുന്നു, ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നു. അത് ജനങ്ങൾക്കിടയിൽ നെഗറ്റീവായി, അല്ലെങ്കിൽ NDA മുന്നണിയുടെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കും അവരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തെയും കൂട്ടായ്മയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ആരോപണങ്ങളും ഇടപെടലുകളും പോരുന്നു. ഒപ്പം ഇടതു മുന്നണിക്കും ഇടതു പാർട്ടികൾക്കും കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ബീഹാറിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എക്സിറ്റ് പോളുകൾക്കനുസരിച്ചാണ് 14-ാം തീയതി ഫലം പുറത്തു വരുന്നതെങ്കിൽ ബീഹാറിൻ്റെ മണ്ണിൽ വീണ്ടും NDA സർക്കാർ തുടരും. 2005 മുതൽ തുടരുന്ന NDA സർക്കാർ ബീഹാറിൽ ഇത്തവണയും തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പ്രചാരണ രംഗത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നരേന്ദ്രമോദി എന്ന ബ്രാൻഡിന്, മോദി ബ്രാൻഡിൻ്റെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു NDAയുടെ പ്രചരണം. പട്നയിൽ മോദിയുടെ റാലിയിൽ ഒത്തുചേർന്നിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുടെ എണ്ണം അത് അത്രത്തോളം RJDയുടെയും ഇന്ത്യ മുന്നണിയുടെയും നെഞ്ചിടിപ്പ് വർദ്ധിച്ചിരുന്നു. അത്തരത്തിൽ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം, സുശാസൻ ബാബു എന്ന പേരിൽ ജനഹൃദയത്തിൽ ഏറിയിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ വ്യക്തിപ്രഭാവം, ഈ രണ്ട് നേതാക്കളുടെയും നേതൃത്വത്തിൽ NDA നടത്തിയിട്ടുള്ള പ്രചാരണം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ടൈംസ് നവും ദൈനിക് ഭാസ്കറും പീപ്പിൾ പൾസും ഉൾപ്പെടെ ഏത് ഏജൻസിയെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും 130-ന് മുകളിലേക്ക് സീറ്റുകളാണ്. അതായത് മെട്രസ് വ്യക്തമാക്കുന്നത് 147 മുതൽ 167 വരെ സീറ്റുകൾ NDA നേടുമ്പോൾ 70 മുതൽ 90 സീറ്റുകൾ വരെ മാത്രമായിരിക്കും ഇന്ത്യ മുന്നണി നേടുക. കൂടാതെ ടൈംസ് നൗ വ്യക്തമാക്കുന്നത് 135 മുതൽ 150 വരെ സീറ്റുകൾ NDA നേടും. 88 മുതൽ 103 സീറ്റുകൾ വരെയായിരിക്കും ഇന്ത്യ മുന്നണി നേടുക എന്ന് പറയുന്നു. കൂടാതെ പീപ്പിൾ പൾസ് ആണെങ്കിൽ 133 മുതൽ 159 വരെ സീറ്റുകൾ NDA നേടുമെന്ന് വ്യക്തമാക്കുന്നു. ഇവിടെയും ജൻ സുരാജ് പാർട്ടി
പാർട്ടി എന്ന പേരിൽ പ്രശാന്ത് കിഷോറിന്റെ പുതിയ പാർട്ടി തെരഞ്ഞെടുപ്പ് പരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ അവർ പരമാവധി സീറ്റുകൾ 1-2 സീറ്റുകളിൽ വിജയിച്ചാൽ വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പ്രശാന്ത് കിഷോറിന് കോൺഗ്രസിന്റെയും RJDയുടെയും വോട്ടുകൾ ചോർത്താനായിട്ടുണ്ടാകും എന്നുള്ളത് പല മണ്ഡലങ്ങളിലെയും വിധിയെ സ്വാധീനിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പം മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ, അത് ഇന്ത്യ മുന്നണിക്ക് എത്തേണ്ട പല വോട്ടുകളും വീഴ്ത്താൻ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMനും പല മണ്ഡലങ്ങളിലും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി നേടിയിരുന്നു. അത്തരത്തിൽ സംഭവബഹുലമായ പ്രചാരണങ്ങൾക്കും ഇന്ന് വോട്ടെടുപ്പിനും ശേഷം എക്സിറ്റ് പോൾ ബീഹാറിൽ പുറത്തു വന്നിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച നേടും എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.